ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 4581 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6684 പേർക്ക് രോഗമുക്തി. രാജ്യത്ത് പുതുതായി കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കുറയുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു. ഭക്തജനങ്ങൾക്ക് പ്രവേശനം നാളെ മുതൽ. കിഫ്ബി ഇടപാടുകൾ സുതാര്യമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം. ജെഡിയു നേതാവ് നിതീഷ് കുമാർ വീണ്ടും ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 4581 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6684 പേർ രോഗമുക്തി നേടി. കോഴിക്കോട് 574, മലപ്പുറം 558, ആലപ്പുഴ 496, എറണാകുളം 489, തൃശൂർ 425, പാലക്കാട് 416, കൊല്ലം 341, തിരുവനന്തപുരം 314, കോട്ടയം 266, കണ്ണൂർ 203, പത്തനംതിട്ട 171, ഇടുക്കി 165, വയനാട് 101, കാസർഗോഡ് 62 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കോവിഡ് കണക്ക്. 21 മരണം ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. 49 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 3920 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 527 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 85 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നതാണ്. ഇന്ന് 10 പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തി. രാജ്യത്ത് പുതുതായി കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം തുടർച്ചയായ 8ാം ദിവസവും 50,000-ൽ താഴെയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 41,100 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. പ്രതിദിന രോഗികളിൽ 82.87% 10 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ്. 42,156 പേരാണ് രാജ്യത്ത് ഒറ്റ ദിവസത്തിൽ രോഗമുക്തി നേടിയത്. ഇതോടെ രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.09%. 1.47% മരണനിരക്ക്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ആരംഭിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഗവർണർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിലെ ചികിത്സാ സൌകര്യങ്ങളും കിടക്കകളുടെ ലഭ്യതയും യോഗം വിലയിരുത്തുന്നുണ്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു. സ്ഥാനമൊഴിയുന്ന മേൽശാന്തി എ.കെ. സുധീർ നമ്പൂതിരിയാണ് നട തുറന്നത്. ഇന്ന് പ്രത്യേക പൂജകളൊന്നും ഇല്ല. ഭക്തജനങ്ങൾക്ക് നാളെ മുതൽ കർശന നിയന്ത്രണങ്ങളോടെ തീർത്ഥാടനത്തിന് എത്താം. മുൻകൂട്ടി ബുക്ക് ചെയ്ത 1000 പേർക്കാണ് പ്രതിദിനം ദർശനാനുമതി. ശനി, ഞായർ ദിവസങ്ങളിൽ 2000 പേർക്ക് വീതം ദർശനം നടത്താം. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനം നാളെ ശബരിമല സന്നിധാനത്ത് തന്ത്രി കണ്ഠരര് രാജീവര് നിർവഹിക്കും. പദ്ധതിയുടെ വെബ്സൈറ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഓൺലൈനിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. കിഫ്ബി നിഷ്പക്ഷവും സുതാര്യവുമാണെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സിഎജിക്കെതിരായ നിലപാടിൽ പിന്നോട്ടില്ലെന്നും ധനമന്ത്രി. കിഫ്ബി വഴി വായ്പ എടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വയ്ക്കണോ എന്ന് യുഡിഎഫ് വ്യക്തമാക്കണമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വായ്പ എടുക്കുന്ന അധികാരം അതിന് കേന്ദ്രത്തിന് അനുമതി വാങ്ങണം. അതിന് ധനോത്തരവാദിത്ത നിയമത്തിന്റെ നിബന്ധനകൾ പാലിക്കണം. അതല്ല തർക്കവിഷയം. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, അവ വായ്പ എടുക്കാറുണ്ട്. അങ്ങനെ വായ്പ എടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണോ? ഇപ്പോ യുഡിഎഫ് പറയുന്നു ഇതുവരെയും സംസ്ഥാനത്തിന്റെ ഒരു ധനകാര്യ സ്ഥാപനം വിനിയോഗിച്ച അധികാരം ഭരണഘടനാ വിരുദ്ധമാണ്. സിഎൻഡിജി പറയുന്നത് അങ്ങനെ അധികാരമില്ല. കിഫ്ബി വഴി വായ്പ എടുക്കുന്നത് ഭരണഘടനയ്ക്കെതിരാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്, യുഡിഎഫ് വ്യക്തമാക്കേണ്ടുന്ന കാര്യം ഇതാണ്. ഇത് നിങ്ങളിത് അംഗീകരിക്കുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ മറച്ചുവയ്ക്കുന്നതിനു വേണ്ടിയാണ് ധനമന്ത്രി തോമസ് ഐസക് പുതിയ വിവാദവുമായി എത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തട്ടിപ്പ് പിടിക്കപ്പെട്ടു എന്ന അവസരത്തിലാണ് ധനമന്ത്രിയുടെ പ്രതികരണം. കിഫ്ബിയെ സംബന്ധിച്ച സിഎജി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുൻപ് പരസ്യമാക്കാൻ സംസ്ഥാന ധനമന്ത്രിക്ക് അവകാശമില്ല. ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയെ അവഹേളിക്കുകയാണ് ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
സിഎജിയെ വിമർശിക്കുന്ന മന്ത്രി തോമസ് ഐസക്കും സർക്കാരും അന്വേഷണം ഭയപ്പെടുകയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. അന്വേഷണം വേണ്ടെന്ന് പറയാൻ ധനമന്ത്രിക്ക് അവകാശമില്ല. കിഫ്ബി കടമെടുക്കുന്ന പണത്തിന്റെ ബാധ്യത ജനങ്ങളുടെ ചുമലിലാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇത് 4ാം തവണയാണ് ശ്രീ നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയാകുന്നത്. ഇന്ന് പട്നയിൽ ചേർന്ന എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തത്. 243 അംഗ ബീഹാർ നിയമസഭയിൽ 125 സീറ്റുകളാണ് എൻഡിഎ നേടിയത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 23 നാൾ. 191 പത്രികകളാണ് ആദ്യ 2 ദിവസം ലഭിച്ചത്. ഇന്നലെയും ഇന്നും അവധിയായതിനാൽ പത്രികാ സമർപ്പണം ഉണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക് കടന്നതോടെ മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങി. പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 6-ാം തീയതിയുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി തൊഴിലാളികൾ മരണമടഞ്ഞ പെട്ടിമുടിയിൽ ഇത്തവണ പോളിംഗ് ബൂത്ത് ഉണ്ടാകില്ല. തൊഴിലാളികൾ താമസിച്ചിരുന്ന ലയങ്ങളാണ് മണ്ണിടിച്ചിലിൽ തകർന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട്. ദുരന്തം കണ്ണീർ വീഴ്ത്തിയ പെട്ടിമുടിയിൽ നിന്ന് ഇക്കുറി ആരും തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് എത്തില്ല. മരണം താണ്ഡവമാടിയ മലയിടിച്ചിലിനെ തുടർന്ന് ഈ ഡിവിഷനിലെ മുഴുവൻ തൊഴിലാളി കുടുംബങ്ങളും താൽക്കാലിക താമസ സൌകര്യം തേടി വിവിധ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയതാണ് കാരണം. മൂന്നാർ പഞ്ചായത്തിന്റെ 1-ാം വാർഡായ രാജമലയുടെ ഭാഗമാണ് പെട്ടിമുടി ഡിവിഷൻ. 880 വോട്ടർമാരുള്ള വാർഡിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2 ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. രാജമല LP സ്കൂൾ ബൂത്തിലെത്തിയാണ് പെട്ടിമുടിക്കാർ വോട്ട് ചെയ്തത്. 460 വോട്ടർമാരാണ് ഈ ബൂത്തിലുണ്ടായിരുന്നത്. ഇതിൽ 46 വോട്ടർമാർ ദുരന്തത്തിൽ മരണമടഞ്ഞു. 122 വോട്ടർമാരെ കണ്ണൻദേവൻ കമ്പനി അവരുടെ വിദൂര എസ്റ്റേറ്റുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇത്തവണ വോട്ടർമാർ പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയതോടെ എത്ര പേർ വോട്ട് ചെയ്യാൻ എത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സംസ്ഥാനത്തെ നിർഭയ ഹോമുകൾ പൂട്ടുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് വനിതാ ശിശുവികസന മന്ത്രി കെ ശൈലജ. തൃശൂരിൽ 200 പേർക്ക് താമസിക്കാൻ കഴിയുന്ന മാതൃകാ ഹോമിലേക്ക് നിർഭയ ഹോമുകളിലെ താമസക്കാരെ മാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. നിർഭയ ഷെൽട്ടർ ഹോമുകളിൽ താമസിക്കുന്ന പഠിക്കാൻ താൽപര്യമുള്ള കുട്ടികൾക്ക് മികച്ച ശാസ്ത്രീയമായ സൌകര്യം ഒരുക്കുന്നതിനു വേണ്ടിയാണ് തൃശൂരിൽ പുതിയ മാതൃകാ ഹോം സ്ഥാപിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ കോവിഡ് പ്രതിരോധത്തിനൊപ്പം പ്രചാരണ ആയുധമായി മാറുകയാണ് അവണിശ്ശേരി ഖാദി ബോർഡ് നിർമ്മിക്കുന്ന മാസ്കുകൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ ചൂടിനൊപ്പം കനത്ത വെയിലിനെ തണുപ്പിക്കാനും പ്രതിരോധിക്കാനും കഴിയുന്ന മാസ്കുകളാണ് ഇവിടെ നിർമ്മിച്ചു നൽകുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത ഖാദിയുടെ കോട്ടൺ മസ്ലിൻ തുണിയിലാണ് കനത്ത ചൂടിനെ പ്രതിരോധിക്കുന്നതിനായി മാസ്കുകൾ നിർമ്മിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിനായി ഇതുവരെ 1 ലക്ഷത്തോളം മാസ്കുകളാണ് അവണിശ്ശേരി കേരള ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ ചിഹ്നങ്ങൾ പതിച്ച 2 ലെയർ സിംഗിൾ ലെയർ മാസ്കുകളുടെ നിർമ്മാണമാണ് ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെയാണ് ഖാദി ബോർഡ് പുതിയ ആശയത്തിലേക്ക് ചുവടുമാറ്റിയത്. മാസ്കിന്റെ ലെയറിനനുസരിച്ച് 20 മുതൽ 30 രൂപ വരെയാണ് വില ഈടാക്കുന്നത്. ഖാദിയുടെ വിൽപ്പനശാലകളിൽ വിൽക്കുന്ന അതേ തുണിത്തരങ്ങൾക്കും നൽകുന്ന റിബേറ്റും ഈ മാസ്കിനും നൽകി വരുന്നുണ്ട്. വിഖ്യാത ബംഗാളി നടൻ സൌമിത്ര ചാറ്റർജി അന്തരിച്ചു. കോവിഡ് ബാധിതനായി കഴിഞ്ഞ മാസം 6-നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് കോവിഡ് നെഗറ്റീവായെങ്കിലും ആരോഗ്യനില വഷളാവുകയായിരുന്നു. 1959-ൽ സത്യജിത്ത് റേയുടെ അപൂർ സൻസാർ എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം സത്യജിത്ത് റേയുടെ തന്നെ നിരവധി ചിത്രങ്ങളിൽ നായകനായി. പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ നെല്ലുവായ് എം കൃഷ്ണൻകുട്ടിമാരാർ അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവാണ്. സംസ്കാരം ഇരിഞ്ഞാലക്കുടയിലെ സ്വവസതിയിൽ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് 4581 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6684 പേർക്ക് രോഗമുക്തി. രാജ്യത്ത് പുതുതായി കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കുറയുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു. ഭക്തജനങ്ങൾക്ക് പ്രവേശനം നാളെ മുതൽ. കിഫ്ബി ഇടപാടുകൾ സുതാര്യമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം. ജെഡിയു നേതാവ് നിതീഷ് കുമാർ വീണ്ടും ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.